മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. 271 പേരാണ് മരിച്ചത്. ഇന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. ഇനി 191 പേരെ കണ്ടെത്താനുണ്ട്. 91 പേർ ചികിത്സയിലുണ്ട്. 82 ക്യാമ്പുകളിലായി 8304 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു. മുണ്ടക്കൈ, വില്ലേജ് റോഡ് എന്നിവിടങ്ങളിലാണ് ഇന്ന് തെരച്ചിൽ പ്രധാനമായും നടക്കുന്നത്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായാൽ വലിയ ഹിറ്റാച്ചുകൾ എത്തിച്ച് തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൽപ്പറ്റയിൽ സർവകക്ഷി യോഗം പുരോഗമിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് മുണ്ടക്കൈ ഭാഗത്താണ്. ആ ഭാഗത്തുനിന്ന് രാവിലെ ആരംഭിച്ച തെരച്ചിൽ തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. 176 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. ചുലമലയിലെ പാലത്തിന് സമീപത്തു നിന്ന് നിഷാദ് റാവുത്തർ ചേരുന്നുണ്ട്. നിഷാദ്, ഈ പാലം പണി പൂർത്തിയായാൽ കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ട് എത്തിക്കാൻ സാധിക്കും. കാരണം ഇപ്പോഴും അവിടെ ആളുകൾക്ക് യന്ത്രങ്ങൾ ഉപയോഗിച്ച് തെരച്ചിലിന് മാത്രമേ സാധിക്കുന്ന ഒരു സാഹചര്യമുള്ളൂ. കാരണം വലിയ കോൺക്രീറ്റുകൾ, വലിയ കല്ലുകൾ ഇതൊക്കെ മാറ്റിയാണ് ആളുകളെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ദുഷ്കരമാണ്. കൂടുതൽ സംവിധാനങ്ങൾ അങ്ങോട്ട് എത്തിക്കേണ്ടതുണ്ട്. പാലം പണി എവിടെ എത്തി, അവസാന ഘട്ടത്തിലാണ് എന്ന് നേരത്തെ ഉദ്യോഗസ്ഥരൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? നമ്മളിപ്പോൾ നിൽക്കുന്നത് പട്ടാളം അവരുടെ ബെയിലി പാലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയോടുകൂടി ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകും എന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ ഇതിന്റെ ഈ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്ന ജോലി ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ് എന്ന് മാത്രമല്ല, ഇതിനകത്തേക്ക് ഇനി ഈ പ്ലാറ്റ്ഫോം വെക്കുക, അതിനകത്തൊരു വണ്ടികൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിൽ ഇതിനെ പരുവപ്പെടുത്തുക എന്നാണ് പ്രധാനപ്പെട്ട ജോലി. അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കൂടുതൽ വാഹനങ്ങൾ ആ വേഗത്തിൽ കൊണ്ടുപോകാൻ കഴിയും, കൂടുതൽ മെഷീനറി കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ പാലം ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു സ്ഥിരം പാലം നിർമ്മിക്കുന്നത് വരേക്കും ഇത് നിലനിർത്താനാണ് പട്ടാളം തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് നമ്മളെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഈ ചൂരൽമലയെയും ഒപ്പം തന്നെ മുണ്ടക്കൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം തകർന്നുപോയ ആക്ച്വൽ പ്ലേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിന്റെ മുണ്ടക്കൈയിൽ നിന്നുള്ള കണക്ഷൻ പോയിന്റാണ് ഇത്. അതിനപ്പുറത്താണ് ഈ ചൂരൽമല. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയ പാലം ഉണ്ടായിരുന്നു. ഈ പാലം വഴി കടന്നാണ് ബസ്സുകൾ, വാഹനങ്ങളൊക്കെ തന്നെ പോയിക്കൊണ്ടിരുന്നത്. ഈ പാലം പൂർണ്ണമായും തകർന്നു. അതേ സ്ഥലത്ത് തന്നെയാണ് ഈ താൽക്കാലിക പാലം ഇപ്പോൾ ഇവർ സെറ്റപ്പ് ചെയ്യുന്നത്. അതിന്റെ രണ്ട് വശവും കണക്ട് ചെയ്യുന്ന ജോലികൾ പൂർണ്ണമായി കഴിയുന്നു. ഈ പാലത്തിന്റെ നിർമ്മാണ രീതി എന്ന് പറഞ്ഞാൽ രണ്ട് വശത്തുമായി നിർമ്മിക്കുകയല്ല, മറിച്ച് ഒരു വശത്ത് നിർമ്മിക്കുകയും അവിടെ നിന്ന് നിരക്കി കൊണ്ടുപോയി അപ്പുറത്തേക്ക് കണക്ട് ചെയ്യുകയും ചെയ്യുകയാണ്. ഈ കാണുന്നതാണ് ചൂരൽമലയ്ക്കും മുണ്ടക്കൈക്കും ഇടയിലുള്ള പുഴ എന്ന് പറയുന്നത്. ഈ പുഴ വളരെ ചെറുതായിരുന്നു, പക്ഷേ ഇതിപ്പോൾ ഈ ഏരിയ മുഴുവൻ വലിയ തോതിൽ തരുന്ന ഒരു കായലിൻ്റെ പോലും വലുപ്പത്തിലേക്ക് ഇതിൻ്റെ വീതി വലുതായത് കാണാം. അവിടെ ഇപ്പോഴും നിരന്തരം സ്വഭാവം മാറുന്ന തരത്തിലാണ് വെള്ളം ഒഴുകുന്നത്. ചിലപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയുന്നു, ചിലപ്പോൾ അതിശക്തമായി ഒഴുകുന്നു. അതിനിടയ്ക്ക് ഒരു ചെറിയ ഒരു പാത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ആളുകൾക്ക് നടന്നു പോകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണം ഉച്ചയോടെ പൂർണ്ണമായി കഴിഞ്ഞാൽ ദൗത്യം കുറച്ചുകൂടി വേഗത്തിലാക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ഒരു കണക്കൂട്ടലതാണ്. നിഷാദ് റാവുത്തറാണ് ബെയിലി പാലത്തിന്റെ അടുത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. പാലം സജ്ജമാക്കും. ഇന്ന് വൈകിട്ടോടെ തന്നെ പൂർത്തീകരിക്കും പണികൾ. അതിനുശേഷം ഈ രക്ഷാദൗത്യം കുറച്ചുകൂടി ഈസിയാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം കൂടുതൽ യന്ത്രങ്ങൾ അങ്ങോട്ട് എത്തിക്കേണ്ടതുണ്ട്, ഇത് തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ സാധനങ്ങളെല്ലാം മാറ്റി പരിശോധിക്കേണ്ട, കോൺക്രീറ്റ് ഉൾപ്പെടെ മാറ്റി പരിശോധിക്കേണ്ട ആവശ്യവുമുണ്ട്.